ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പുളിശ്ശേരിക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക, പൈനാപ്പിൾ, പച്ചമുളക്, ഒരു ചെറിയ ഏത്തമ്പഴം, അത് അധികം പഴുക്കാൻ പാടില്ല, മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. പച്ചക്കറികളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. ആദ്യം നമുക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിളും ബാക്കിയുള്ള പച്ചക്കറികളും എല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, വെള്ളം അധികം വയ്ക്കേണ്ട, പച്ചക്കറി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളവും കൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ കേട്ടാൽ മതിയാവും. ഈ സമയത്ത് നമുക്ക് ഒരു 1.5 മുറി തേങ്ങ തിരുവിയതാണ്. തേങ്ങയും വെളുത്തുള്ളി, 1 സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇതിനുള്ള കൂട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം, നല്ല മഷി പോലെ അരയണം. അപ്പം ഞാൻ അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ട് വെച്ചിരുന്ന പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, കടുവിട്ട്, കുറച്ച് മുളകിട്ട്, കറിവേപ്പിലയിട്ട്, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊരിക്കലും തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ട് ചൂടായാൽ മതിയാവും. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ദാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് അണച്ചിടാവുന്നതാണ്, തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പ്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒന്ന് തണുക്കാൻ വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ നിറച്ച് തൈര് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് തൈര് എടുക്കാം. പുളി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ തൈര് ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പും കൂടി നോക്കണം. ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ.